ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേര് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഗൂഗിൾ സെർച്ച് കൺസോൾ, അതായത് നിങ്ങളെ വെബ്സൈറ്റ് ഇപ്പോൾ ജസ്റ്റ് നെയിം മാത്രം സെർച്ച് ചെയ്താലോ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ ഈ വെബ്സൈറ്റ് ഇപ്പോൾ വരില്ല. കാരണം വരാത്ത എന്താ, ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ബ്രൗസറിൽ ഡയറക്റ്റ് ലിങ്ക് അടിക്കുന്നതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നത്. സോ വെബ്സൈറ്റ് സെർച്ച് എഞ്ചിനിലോട്ട് ലിസ്റ്റ് ചെയ്യണം. അതായത് ഗൂഗിൾ പോലത്തെ പ്ലാറ്റ്ഫോമിലോട്ട് എന്ത് ചെയ്യണം, നമ്മളെ വെബ്സൈറ്റ് ഇൻഡെക്സ് ചെയ്യണം അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യണം. അതാണ് നമ്മളെ പരിപാടി. ഓക്കെ, അതായത് വെബ്സൈറ്റിലോട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് ഗൂഗിളിലോട്ട് ലിസ്റ്റ് ചെയ്യുക, ഇൻഡെക്സ് ചെയ്യുക, അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഗൂഗിളിലോട്ട് ലിസ്റ്റ് ചെയ്യാനും ഇൻഡെക്സ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗൂഗിളിലോട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കീവേഡ് സെർച്ച് ചെയ്താൽ ഒന്നും വരില്ല, കാരണം ഇത് ഗൂഗിളിൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഗൂഗിളിൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് എന്ത്, ഇപ്പോൾ നമ്മൾ ഇൻഡെക്സ് ചെയ്യാൻ പോകുന്നത്. ഗൂഗിളിൻ്റെ ആ ഇതിലോട്ട് ലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിളിലോട്ട് ഇൻഡെക്സ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ലോകത്തിലെ എല്ലാ വെബ്സൈറ്റിലും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ആ മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പറിൻ്റെ സഹായം വേണ്ടി വരും. നമുക്കും ചെയ്യാം, നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലോഗിൻ ഡീറ്റെയിലോ കാര്യങ്ങളൊന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഹോസ്റ്റിങ്ങിലോട്ടൊന്നും ആക്സസ് ഇല്ലാത്തതുകൊണ്ട് വേർഡ്പ്രസ് ഒക്കെ ആണെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്ലഗിൻസിൽ ആഡ് ന്യൂ പ്ലഗിനിൽ പോയിട്ട് അതായത് ഗൂഗിൾ സെർച്ച് കൺസോളും വെബ്സൈറ്റും തമ്മിൽ കണക്ട് ചെയ്യണം. എന്നാലാണ് ഗൂഗിൾ എന്ത് ചെയ്യുള്ളൂ, ഡാറ്റ നമ്മൾ കണ്ടന്റും കാര്യങ്ങളും ക്രോൾ ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പ്ലഗിൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്ലഗിൻ്റെ പേര് ഗൂഗിൾ സൈറ്റ് കിറ്റ് എന്നാണ്. ഗൂഗിൾ സൈറ്റ് കിറ്റ്. മെയിൻ ആളാരാ, ഗൂഗിൾ സെർച്ച് കൺസോൾ. ഗൂഗിൾ സെർച്ച് കൺസോളിൽ വഴിയാണ് നമ്മൾ ഗൂഗിളിൽ ലിസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഇൻഡെക്സ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ അതിൻ്റെ ഉള്ളിൽ പെർഫോമൻസ് നോക്കാൻ പറ്റും, വെബ്സൈറ്റിൻ്റെ സ്പീഡ്, ക്രോളബിലിറ്റി, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യണം, സൈറ്റും ഇതും. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടുവിലൊരു കുഞ്ഞൻ പ്ലഗിൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്ലഗിൻ്റെ പേരാണ് ഗൂഗിൾ സൈറ്റ് കിറ്റ്. സോ പ്ലഗിൻസിൽ പ്ലഗിൻസ് എന്ന് പറയുന്നത് സ്റ്റോർ പോലെ. ഇപ്പോൾ നിങ്ങളെ ഫോണിൽ വല്ല ആപ്പും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യില്ലേ, അതേപോലെ പ്ലഗിൻസിൽ എന്തുണ്ട്, ആഡ് ന്യൂ പ്ലഗിനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗൂഗിൾ സൈറ്റ് കിറ്റ് എന്ന് എന്ത് ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്നു. ഓക്കെ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സൈറ്റ് കിറ്റ് ഇതാ ഫസ്റ്റ് തന്നെ ഇവിടെ വരും. ഇൻസ്റ്റാളിനാ കൊടുക്കുക. ഈ ഗൂഗിൾ സെർച്ച് കൺസോൾ വേറെ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് ലോഗിൻ ചെയ്യുന്നതൊക്കെ ഒരു മെയിൽ ID യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഗൂഗിൾ സൈറ്റ് കിറ്റ് ബൈ ഗൂഗിൾ എന്ത് ചെയ്തു, ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു, ആക്ടിവേറ്റ് കൊടുത്തു. ആക്ടിവേറ്റ് ചെയ്ത സമയത്ത് ഇതേപോലെ എങ്ങനെ സ്റ്റാർട്ട് സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഓക്കെ, സ്റ്റാർട്ട് സെറ്റപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചോദിക്കും സെറ്റപ്പ് സൈറ്റ് കിറ്റ് എന്ന് പറഞ്ഞാൽ, ഈ സൈറ്റ് കിറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ അനലിറ്റിക്സ്, ഗൂഗിൾ ആഡ്സൻസ് എന്ന് പറയുന്ന വേറെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന വേറെ പ്ലാറ്റ്ഫോമും കൂടി ഇതിൽ കണക്റ്റ് ആവും ഓട്ടോമാറ്റിക്. പക്ഷേ നമുക്ക് ഇപ്പോൾ അത് ആവശ്യമില്ല, അത് നമുക്ക് വേറെ മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ ഇതൊന്നും ഞാൻ ടിക്ക് മാർക്കൊന്നും കൊടുത്തിട്ടില്ല, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുത്തു. ഈ ഗൂഗിൾ സെർച്ച് കൺസോളിലോട്ട് ലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് സൈൻ ചെയ്യുക. അപ്പോൾ ആ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ ഗൂഗിൾ സെർച്ച് കൺസോൾ ഡെവലപ്പ് ആവും. അപ്പോൾ ഞാൻ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുത്തു. മെയിൽ ID ഞാൻ എന്ത് ചെയ്തു, ചൂസ് ചെയ്തു. കണ്ടിന്യൂ കൊടുത്തു. നമുക്ക് വായിക്കാട്ടോ, റെക്കോർഡിങ് ആക്കാം. എവിടെയായിരുന്നു, ഇവിടെ സെലക്ടോട് കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. ഇത് വായിച്ചരാട്ടോ, ഞാൻ വീഡിയോ അയച്ചരാം. ദെൻ
ഇവിടെ വെരിഫൈ എന്ന് പറയുന്ന ഇങ്ങനെ ബട്ടൺ, ഈ ബ്ലൂ ബട്ടൺ പോസിറ്റീവ് ആയിരുന്ന ഫുള്ള് വെരിഫൈ കൊടുക്കുക, അലവ് കൊടുക്കുക, ലാസ്റ്റ് സെറ്റപ്പ് ഉണ്ടാവും, പരിപാടി തീർക്കുക. അലവ് സെറ്റപ്പ്. ഇതോടെ ഗൂഗിൾ സെർച്ച് കൺസോളും വെബ്സൈറ്റും തമ്മിൽ ലിങ്കായി കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഗോ ടു മൈ ഡാഷ്ബോർഡ് എടുത്തു. ഇപ്പോൾ നമ്മൾ നിലവിൽ നിൽക്കുന്നത് എവിടെയാണ്? വേർഡ്പ്രസിൻ്റെ ഉള്ളിലല്ലേ ഇതൊക്കെ. ഇപ്പം ലിങ്കായ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താ? ഗൂഗിൾ സെർച്ച് കൺസോൾ. സൈറ്റ് കിറ്റ് എന്താ? ഇത് ലിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തൊരു കുഞ്ഞൻ പ്ലഗിനാണ് സൈറ്റ് കിറ്റ്. ലിങ്ക് ചെയ്ത ടൂൾ ഏതാ? മെയിൻ ടൂൾ ഏതാ? ഗൂഗിൾ സെർച്ച് കൺസോൾ. അപ്പോൾ ഇപ്പോൾ ലിങ്ക് ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പുതിയ ടാബിൽ എന്ത് ചെയ്യുന്നു, ഞാൻ ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് എന്ത് ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്നു. ഫസ്റ്റ് വരുന്ന മെറ്റാ ടാഗിൽ ക്ലിക്ക് ചെയ്തു, സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ അവിടെ വന്നു. ഈ കമ്പനിയുടെ എന്ത് ചെയ്യുന്നു, ഇതേപോലൊരു ഡാഷ്ബോർഡ് നിങ്ങൾക്ക് വരാം. ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ മെനു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നാണ് ഇതിൻ്റെ എന്ത് ചെയ്തത്. അപ്പോൾ ഇനി ഇപ്പോൾ ഗൂഗിൾ സെർച്ച് കൺസോൾ നിങ്ങളെ വെബ്സൈറ്റിൽ നമ്മുടെ ലിങ്കായി, അതൊക്കെയാണ്. പക്ഷേ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് നിങ്ങൾ മെറ്റാ ഡിസ്ക്രിപ്ഷനും കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ക്രോൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, കണ്ടൻറ്റൊക്കെ എഴുതിയാറുണ്ടോ. ഞാൻ അങ്ങനെ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു പേജ് ചെയ്ത സമയത്ത് ഒരു കീവേഡ് ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു പേജിൽ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതിയെന്ന് വിചാരിക്കും. പിന്നീടാണ് ഞാൻ റിയലൈസ് ചെയ്തത് ആ കീവേഡൊക്കെ തെറ്റാണ്, കണ്ടൻറ്റ് മൊത്തം മാറ്റി മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും H1 ഒക്കെ മാറ്റി. ഈ മാറ്റിയ കാര്യം അറിയില്ല? സെർച്ച് എഞ്ചിന് അറിയില്ല. സെർച്ച് എഞ്ചിന് ഈ പഴയ കണ്ടൻറ്റും കാര്യങ്ങളും ക്രോൾ ചെയ്ത ഡാറ്റയും വെച്ചോടെ ഇരിക്കും. അപ്പോൾ മെയിൻ കീവേഡ് സെർച്ച് ചെയ്ത് നമ്മളെ വെബ്സൈറ്റ് കാര്യങ്ങളൊന്നും വരില്ല. അതായത് നിങ്ങളെ വെബ്സൈറ്റിൽ എന്തൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടോ അത് അപ്ഡേറ്റഡ് ആയിട്ട് ആരറിയണം? സെർച്ച് എഞ്ചിൻ അറിയണം. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിലൊരു ഗൂഗിൾ സെർച്ച് കൺസോളിൻ്റെ ഉള്ളിലൊരു ഫീച്ചർ ഉണ്ട്, XML സൈറ്റ് മാപ്പ് എന്നാണ് അതിൻ്റെ പേര്. XML സൈറ്റ് മാപ്പ്. XML സൈറ്റ് മാപ്പ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് അതിനെ പറയുക. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ SEOക്ക് വേണ്ടി യൂസ് ചെയ്ത പ്ലഗിൻ ഏതായിരുന്നു? SEO വേർഡ്പ്രസ്സിൽ SEOന് വേണ്ടി മെറ്റാ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്ത പ്ലഗിൻ ഏതാ? യോസ്റ്റ് SEO. ഈ യോസ്റ്റ് SEOയിൽ ഇതിൻ്റെ ഉള്ളൊരു ഇൻബിൽറ്റ് ഫീച്ചർ ഉണ്ട്, XML സൈറ്റ് മാപ്പ്. അത് ഓണാണ്. അതായത് യോസ്റ്റ് SEOയിൽ XML സൈറ്റ് മാപ്പ് നിങ്ങളുടെ അപ്ഡേറ്റഡ് വെബ്സൈറ്റ് ഇങ്ങനെ ഗൂഗിളിനെ അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇത് ഗൂഗിൾ സെർച്ച് കൺസോൾ, ഗൂഗിളിനെ അറിയിക്കാൻ. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് സൈറ്റ് മാപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അല്ലേ. ഈ സൈറ്റ് മാപ്പ് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ടാവും, https://oracle.com എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ടാവും. ഇതിൽ ജസ്റ്റ് ഒന്ന് സൈറ്റ് മാപ്പ് .xml എന്ന് ചേർക്കും. ചേർക്കുക സൈറ്റ് മാപ്പ് ഇത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ആവും. ഇവിടെ കണ്ടോ കുഡിൻ ഫെച്ച് എന്ന് കാണിക്കുന്നത്. ഒരു 1 വീക്കൊക്കെ കുഡിൻ ഫെച്ച് ആവും. ഇത് കഴിഞ്ഞിട്ട് സക്സസ് ആവും. എത്ര ടോട്ടൽ പേജ് ഉണ്ടോ അതൊക്കെ ഇവിടെ ഡിസ്കവേർഡ് ആവണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ URL ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. URL ഇൻസ്പെക്ഷൻ ഇവിടെ പോയിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക്, എല്ലാ പേജിൻ്റെ ലിങ്കും ഉണ്ടാവും. ഓരോ പേജിൻ്റെ ലിങ്കും എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ ആവും. ഇപ്പോൾ ഞാൻ ഒരു ലിങ്ക് കിട്ടും. ഓക്കെ, ഒരു ലിങ്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ കണ്ടോ URL ഈസ് ഓൺ ഗൂഗിളിൽ URL ഉണ്ട്. URL ഈസ് നോട്ട് ഓൺ ഗൂഗിൾ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഇല്ല എന്നാണ് അർത്ഥം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ റിക്വസ്റ്റ് ഇൻഡെക്സിങ് കണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ക്ലിക്ക് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്യും. അത് വെച്ചിട്ട് ഇന്ന വരുന്നല്ല, റിക്വസ്റ്റ് ചെയ്യുക. അതേപോലെ ഇനി അടുത്ത പേജും ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം URL ഇൻസ്പെക്ഷൻ പോയിട്ട് അടുത്ത പേജിൻ്റെ URL അബൌട്ടോ നിങ്ങൾ ബാക്കി പേജുകളില്ലേ അത് ഓരോ പേജും കൂടെ ഇട്ടോണം. അപ്പോൾ URL ഈസ് നോട്ട് ഓൺ ഗൂഗിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം റിക്വസ്റ്റ് ഇൻഡെക്സിങ് കൊടുക്കുക. URL ഈസ് ഓൺ ഗൂഗിൾ ആണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സിങ് റിക്വസ്റ്റ് എന്നാണ് ഇങ്ങനെ വരിക. റിക്വസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ, വന്നിട്ടില്ല. അത് വരണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നും നാളേക്ക് നിങ്ങൾ ഇതേപോലെ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും URL ഇൻസ്പെക്ഷൻ പോയിട്ട്. ഓക്കെ,
അപ്പോൾ ഇതിപ്പോൾ ലിങ്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നാളെ ഇപ്പോൾ ആണെങ്കിൽ ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക, മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. എന്നിട്ട് URL ഇൻസ്പെക്ഷൻ പോയിട്ട് ഈ കാര്യം ചെയ്യാം. ഈ സൈറ്റ് മാപ്പ് ഇതൊക്കെ ഒരു വട്ടം ചെയ്താൽ മതി, ഇപ്പോൾ ചെയ്തില്ലേ അതുപോലെ ഒരു വട്ടം ചെയ്താൽ മതി. അപ്പോൾ ഗൂഗിൾ സെർച്ച് കൺസോൾ എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ സെർച്ച് എഞ്ചിൻ്റെ കയ്യിലില്ല. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഡൊമൈനൊക്കെ ലിങ്ക് അടിച്ചാൽ അത് മാത്രമേ വരുള്ളൂ ടൈറ്റിലായിട്ട്. നിങ്ങൾ മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ക്രോൾ ചെയ്യുക, വെബ്സൈറ്റിൽ കൊടുത്ത കണ്ടന്റ് എടുക്കുക, ഒന്നും ചെയ്യുന്നില്ല ഇതുവരെ നിങ്ങളുടെ അവസ്ഥ. ഇന്ന് നമ്മളത് ഗൂഗിളിലോട്ട് ഇൻഡെക്സ് ചെയ്തു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ഗൂഗിളിൻ്റെ. ബിങ്ങിനാണെങ്കിൽ ബിങ് കൺസോൾ എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ലിങ്ക് ചെയ്യണം നിങ്ങളുടെ വെബ്സൈറ്റ്. നിങ്ങൾ വേർഡ്പ്രസ് വെബ്സൈറ്റ് ആയതുകൊണ്ട് ഇത് ലിങ്ക് ചെയ്യാൻ വേണ്ടി ഒരു കുഞ്ഞൻ പ്ലഗിൻ മതി. ആ പ്ലഗിൻ്റെ പേരാണ് ഗൂഗിൾ സൈറ്റ് കിറ്റ്. ഗൂഗിൾ സൈറ്റ് കിറ്റ്. ആ സൈറ്റ് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തു, ആക്ടിവേറ്റ് ചെയ്തു, അതിൻ്റെ സ്റ്റെപ്സ് മൊത്തം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പുതിയ ടാബിൽ ഗൂഗിൾ സെർച്ച് കൺസോൾ സെർച്ച് ചെയ്യുക. ഇവിടെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ലിങ്കായി, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും വരില്ല. ഓക്കെ, ദെൻ സൈറ്റ് മാപ്പ് പോയിട്ട് നിങ്ങൾ website.com/sitemap.xml എന്ന് ചേർക്കുക. ദെൻ URL ഇൻസ്പെക്ഷൻ പോയിട്ട് ഓരോ പേജും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. URL ഇസ് നോട്ട് ഓൺ ഗൂഗിൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ്. URL ഇസ് നോട്ട് ഓൺ ഗൂഗിൾ ആണെങ്കിൽ മാത്രം റിക്വസ്റ്റ് ചെയ്യുക ഇൻഡെക്സിങ്ങിനാണ്. ഓക്കെ, ഒരു വീഡിയോ ഇപ്പോൾ അയച്ചുതരാം, ഒന്ന് ചെയ്യട്ടോ. ആദ്യം പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തോ. പ്ലഗിൻ ഏതാ പേര്? സൈറ്റ് കിറ്റ്.